ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെട്ട് അവിടെ നടിയും കിട്ടി ആ ദേഷ്യത്തിൽ സൈക്കിളിൽ കയറി വരുന്ന മെമ്പറും മറ്റൊരു സൈക്കിളിൽ വരുന്ന പയ്യനുമായി കൂട്ടിയിടിച്ച് ആ പയ്യന്റെ ബാലൻസ് തെറ്റി ചാക്കിൽ നെല്ലിക്ക വിളവെടുത്ത് കൊണ്ടുവരികയായിരുന്ന മറ്റൊരാളുടെ ശരീരത്തിൽ ഈ പയ്യൻ കൊണ്ട് ഇടിക്കുകയും ആ നെല്ലിക്ക മൊത്തം റോഡിൽ വീഴുകയും ഈ കാര്യം പറഞ്ഞ് ഇവർ തർക്കിക്കുന്നതിനിടയ്ക്ക് ആ പരിസരത്തെ സ്കൂൾ വിടുകയും സ്കൂൾ കുട്ടികൾ തറയിൽ കിടക്കുന്ന സകല നെല്ലിക്കയും വാരിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇതിനിടയ്ക്ക് സൈക്കിളിൽ വന്ന പയ്യനും മുങ്ങുന്നു. വിളവെടുത്ത നെല്ലിക്കയും നഷ്ടമായി, തൻ്റെ ശരീരത്തിന് ചെറിയ പരിക്കും പറ്റി. ഈ ദുഃഖത്തിൽ തൻ്റെ വീട് വരാന്തയിൽ വന്നിരുന്ന് ഭാര്യയെ വിളിക്കുമ്പോൾ ഭാര്യ വിളി കേൾക്കുന്നില്ല. അവളാണെങ്കിലോ സീരിയൽ കാണുന്ന തിടുക്കത്തിലായിരുന്നു. ദേഷ്യം വന്ന ആ ഭർത്താവ് വീടിനകത്ത് കയറി TV എല്ലാം ഓഫാക്കുകയും സീരിയൽ കണ്ട ഭാര്യയെ അടിക്കുകയും കൂടെ ഇരുന്ന് സീരിയൽ കാണുന്ന സ്ത്രീകളെ അവിടെ നിന്ന് ഓട്ടിച്ചു വിടുകയും ചെയ്യുന്നു. ഇങ്ങനെ അയാളുടെ വീടിന് പുറത്തെത്തിയ ആ സ്ത്രീകൾ അയാളുടെ അളിയനെ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ പെങ്ങളെ നിങ്ങളുടെ അളിയൻ അടിക്കുകയാണ് എന്ന. ഇത് കേട്ട് പരിഭ്രാന്തനായ ബേബി ചേട്ടൻ തന്റെ പെങ്ങളെ വിളിക്കാൻ വേണ്ടി ഫോൺ റീചാർജ് ചെയ്യാൻ കടയിലേക്ക് എത്തുകയാണ്. എന്നാൽ ബേബി ചേട്ടൻ എത്തുന്നതിന് മുമ്പ് ആ കടയിൽ നിന്ന് ഒരു പയ്യൻ ബേബി ചേട്ടനുമായി തർക്കത്തിലാകുന്നു. ഞാനാണ് ആദ്യം കടയിൽ വന്നത്, സാധനം ആദ്യം എനിക്കാണ് തരേണ്ടത്. തർക്കം അവസാനം അടിയുടെ വക്കിലെത്തുന്നു. ആ സംഭവം ഒത്തുതീർപ്പാക്കാൻ മഹേഷ് എത്തുന്നു. മഹേഷിന് ശകലം പരുക്കനായി പെരുമാറേണ്ടി വരുന്നു. മഹേഷിനെ ആ പയ്യന്റെ കൂട്ടുകാരനായ ജിംസൺ അടിക്കുന്നു. അങ്ങനെ മഹേഷിന് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടേണ്ടി വരുന്നു. ഇത് വലിയൊരു പ്രതികാരത്തിന്റെ കഥയായി മാറുന്നു. ഇതാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്. ഒരിടത്ത് നടക്കുന്ന ഒരു ചെറിയ സംഭവം മറ്റൊരിടത്തെ വലിയ സംഭവമായി മാറിയേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുതേ.